ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കാനായിട്ട് ചന്ദ്രമതി സമ്മതം മൂളുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതിയുടെ കണ്ണുനീരിനൊരു വിലയുണ്ടാവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇത്രയും കഠിനമായിട്ടുള്ള മനസ്സും വെച്ചുകൊണ്ടിരുന്ന ചന്ദ്രമതിയുടെ മനസ്സ് മാറ്റിയെന്നറിയാനായിട്ട് നമ്മുടെ എപ്പിസോഡ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയുടെ പണം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ശരത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ശരത്തിനെ പോലീസുകാർ പിടിച്ചാല് ഉടനെയെങ്ങും ജാമ്യം കിട്ടില്ല. അത് ശരത്തിന്റെ ലൈഫിൽ ഒരു റീമാർക്ക് ആവുമെന്ന് കരുതിയിട്ട് മഹേഷിന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുകയാണ് സച്ചി. അങ്ങനെ ശരത്തിനെ കിട്ടാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മി അമ്മേനെ പോലീസുകാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതറിഞ്ഞിട്ട് സച്ചിൻ രേവതിയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നുണ്ട് കേട്ടോ. രേവതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ അവരവിടെ ചെന്നിട്ട് SIയോട് സംസാരിച്ച് ഒരു തരത്തില് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ നാളെ രാവിലെ തന്നെ ശരത്തിനെ ഇവിടെ കൊണ്ടെത്തിക്കാം എന്നുള്ള നിബന്ധനയുടെ പുറത്ത് നമ്മുടെ ലക്ഷ്മി അമ്മേനെ തൽക്കാലത്തേക്കിന് അവരവിടെ നിന്ന് വിടുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ പറഞ്ഞതനുസരിച്ചിട്ട് സച്ചിൻ രേവതിയും കൂടിയിട്ട് ഒരു വക്കീലിനെ കാണാൻ പോകുന്നുണ്ട്. ആ വക്കീല് പറയുന്നുണ്ട്, കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാണ്. എന്തായാലും കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കേസ് ഒത്തുതീർപ്പാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതും ശരത്ത് കസ്റ്റഡിയിലാവുന്നതിന് മുമ്പ് തന്നെ വേണമെന്ന് പറയുകയാണേ. അങ്ങനെ അവർ പറയുന്നുണ്ട് ചന്ദ്രമതി സമ്മതിക്കില്ല എന്നൊക്കെ. എങ്കിലും നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കൂ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് കുറച്ച് പൈസ മുടക്കുന്ന ഒരു പരിപാടി എൻ്റെ കയ്യിലുണ്ട്. അത് നടന്നില്ലെങ്കിൽ അത് പ്രയോഗിക്കാന്ന് വക്കീല് വാക്കുകൊടുക്കാണ്. അങ്ങനെ ചന്ദ്രമതിയോട് തങ്ങൾ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് സച്ചിക്കും രേവതിക്കും അറിയാലോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് രവിയോട് പോയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അവരിങ്ങനെ സച്ചിയും രേവതിയും കരഞ്ഞ് കാല് പിടിക്കുകയാണ് രവിയോട്. അങ്ങനെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും മനസ്സ് കണ്ടില്ലെന്ന് നടിക്കാൻ രവിക്കാവില്ലല്ലോ. അങ്ങനെ രവിയാണെങ്കിൽ പിണങ്ങിപ്പോയ ഭാമയുടെ വീട്ടിലാണല്ലോ ചന്ദ്രമതി ഇപ്പോൾ ഉള്ളത്. അവിടേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ രവിയെ കാണുന്നതും ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണ് എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ഭാമയാണെങ്കിൽ അവിടെ നിന്ന് കടയിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുന്നുണ്ട്. കാരണം അവര് തമ്മിലുള്ള പ്രശ്നങ്ങള് സംസാരിച്ച് തീർക്കട്ടെ എന്ന് കരുതിയിട്ട്. അങ്ങനെ രവിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഈ കാര്യം എടുത്തിടുകയാണ്, നീ ശരത്തിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന്. എന്നാൽ ചന്ദ്രമതി ഒറ്റ കാലിൽ തന്നെ നിൽക്കുകയാണ്. എന്തായാലും രവിയേട്ട അത് മാത്രം നടക്കില്ലാന്നേ. രവി കുറേ സംസാരിച്ചതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, ശരി, നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതല്ലേ, ഞാൻ സമ്മതിക്കാം. പക്ഷേ കേസ് പിൻവലിക്കുന്ന ആ നിമിഷം ആ പൂ കെട്ടുന്നവള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറയണേ. അപ്പൊ രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, രേവതി പോയാല് സച്ചി ആ വീട്ടിലുണ്ടാവോ? എന്നാ രണ്ടുപേരും ഇറങ്ങട്ടെ. എന്തായാലും അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാതെ കേസ് പിൻവലിക്കില്ല എന്ന് ചന്ദ്രമതിയും തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ രവി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ്, നിനക്ക് കേസ് പിൻവലിക്കാൻ പറ്റുമോ ഇല്ലയോന്നേ. അങ്ങനെ ചന്ദ്രമതിയും വിട്ടുകൊടുക്കുന്നില്ല. ചന്ദ്രമതിയും പറയുന്നുണ്ട്, രവിയേട്ട, എന്റെയും തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം ഞാൻ കേസ് പിൻവലിച്ചിരിക്കുമെന്ന്. അങ്ങനെ രവി ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. ഈ സമയം ശ്രുതിയും ശ്രുതിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അങ്കിൾ, ആന്റിയെ കൂട്ടിയിട്ട് പോവാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ രവി അതിന് മറുപടി ഒന്നും പറയുന്നില്ലല്ലോ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ, ആ പൂ കെട്ടുന്നവർക്ക് വക്കാലത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ എന്നെ കൂട്ടിയിട്ടൊന്നും പോകാനല്ലെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട്. ഈ സമയം ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തി ശരത്തിനൊക്കെ വേണ്ടിയിട്ട്, എന്തായാലും അച്ഛൻ അങ്ങനെ പറയണ്ട, അമ്മ ഒരിക്കലും കേസ് പിൻവലിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രുതിയെ ഇങ്ങനെ തള്ളി മാറ്റിയിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ രവി അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. രവി പോയി കഴിയുമ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്തേക്ക് ശ്രുതിയും ശ്രുതിയും കൂടി ചെല്ലുന്നുണ്ട് കേട്ടോ. ആന്റി എന്താ കേസ് പിൻവലിക്കുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ കേസ് പിൻവലിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അല്ലെങ്കിൽ തന്നെ അമ്മയുടെ പണമല്ലേ അവൻ തട്ടിയെടുത്തോണ്ട് പോയത്, പിന്നെന്തിനാണ് അമ്മ കേസ് പിൻവലിക്കുന്നത്? അവനെയൊക്കെ പാവം വിചാരിച്ച് ഇപ്പൊ വെറുതെ വിട്ടു കഴിഞ്ഞാൽ കുറച്ചു കഴിയുമ്പോ അവൻ പുറത്തു വന്നിട്ട് വീട്ടിൽ കയറി വന്ന് അമ്മയെ കത്തിയെടുത്ത് കുത്താൻ പോലും മടിക്കില്ല എന്നൊക്കെ പറഞ്ഞ്
ചന്ദ്രമതിനെ ഇങ്ങനെ നന്നായിട്ട് പേടിപ്പിക്കുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, ഒന്ന് മിണ്ടാതിരുന്നേ ശ്രുതി, നമ്മളിപ്പോ അതിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ആന്റി കേസ് പിൻവലിക്കുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ആന്റി തീരുമാനിച്ചെടുത്താൽ മതി. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ആന്റിയെ കൂട്ടിയിട്ട് പോകാനെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി ഇല്ല, ഞാൻ വരില്ല എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണല്ലോ. എന്നാൽ ശ്രുതി പറയുന്നുണ്ട്, ആന്റി കേസ് പിൻവലിക്കൊന്നും വേണ്ട, ആന്റി ആ വീട്ടിലേക്ക് വാ, ആന്റി വീട്ടിലില്ലാഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു സുഖവും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടേ. എന്നാൽ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും അവര് പൂ കെട്ടുന്ന അവളും അവനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ ഞാൻ വരില്ല എന്നിട്ടോ. എന്നാ ശ്രുതി പറയുന്നുണ്ട്, അമ്മ അവിടെ ഇല്ലാഞ്ഞിട്ടേ അവര് രണ്ടുപേരും കൂടി ചുറ്റിയടിച്ച് നടക്കുകയാണ്. ഞാൻ വിചാരിച്ചതാണ് അവനെ പിടിച്ച് പുറം തള്ളിയാലോന്ന്, കഴുത്തിന് പിടിച്ച് തള്ളിയാലോന്ന്. എന്നാ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തുകയാണേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ അങ്ങനെയൊന്നും ചെയ്യല്ലേന്ന്. അമ്മയ്ക്കെന്താ പെട്ടെന്ന് സച്ചിയോട് സ്നേഹം കൂടിയോ? അതൊന്നുമല്ല, അവനെ നീ പിടിച്ച് പുറന്തള്ളാൻ പോകുന്ന സമയത്ത് തിരിച്ച് അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ നിനക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് ശ്രുതി അങ്ങ് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമതി തീർത്ത് പറയുന്നുണ്ട്, എന്തായാലും ആ രണ്ടെണ്ണത്തിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണിത്. ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞാൻ വരില്ല എന്നിട്ടോ. ഈ സമയം നമ്മുടെ സച്ചിക്കാണെങ്കിൽ രേവതി ചായ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തും വർഷയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇരിക്കെ, നിങ്ങൾക്കും ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് രേവതി അങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം വർഷയാണെങ്കിൽ, നിക്ക് ചേച്ചി ഇപ്പൊ വേണ്ട, ചേച്ചി എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞിട്ട് രേവതിയോട് സോറി ചോദിക്കുകയാണേ. എന്താ വർഷേ, അതിന് നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇന്നലെ ശരത്തിന്റെ കാര്യം പറഞ്ഞ് എല്ലാവരും കൂടിയിട്ട് ചേച്ചീനെ കുറ്റപ്പെടുത്തിയപ്പോ ഞാനും എന്തൊക്കെയോ പറഞ്ഞു ചേച്ചീനെ. അപ്പൊ രേവതി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല വർഷേ, അവൻ തെറ്റ് ചെയ്തിട്ടല്ലേന്നേ. അല്ല ചേച്ചി, എനിക്കിപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ശരത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ശ്രീകാന്ത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അന്ന് ഞാനില്ലായിരുന്നല്ലോ. ഈ വീട്ടിൽ വന്നപ്പോൾ ശരത്തിനെ കള്ളനാക്കാൻ നോക്കിയതും അവനോട് അപമര്യാദയായിട്ട് പെരുമാറിയതും ഒക്കെ ശ്രീകാന്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിനൊരു റിവഞ്ച് ആയിട്ടാണ് ശരത്ത് ചെയ്തതല്ലേ ചേച്ചി എന്ന് ചോദിക്കാനേ. അപ്പൊ രേവതി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ വർഷ പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും ശരത്ത് തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഹേർട്ട് ചെയ്തിട്ടാണ് ആന്റി അവനോട് സംസാരിച്ചത്. അപ്പോൾ തെറ്റ് ചെയ്യുന്നതിനേക്കാളും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ അതിൽ ആന്റിയാണ് വലിയൊരു തെറ്റുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, വർഷേ ഇതിൽ നിന്ന് നിനക്ക് എന്താ മനസ്സിലായെന്നേ? അതാ സച്ചിയേട്ടാ, എന്തായാലും ശരത്ത് റിവെഞ്ച് ആയിട്ട് ചെയ്തതാണല്ലോ, അതൊരിക്കലും തെറ്റല്ലെന്ന് വർഷ തീർത്ത് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ എന്നേ. അപ്പോഴേക്ക് ശ്രീകാന്തും പറയുന്നുണ്ട്, സോറി ചേച്ചി, ഞങ്ങൾ ആ സമയം ചേച്ചീനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ സമയത്ത് ഒന്ന് ചിന്തിക്കാതെ എന്തൊക്കെയോ പറഞ്ഞു. ഇതിൽ നിന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ലൈഫിൽ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും 2 തവണ ചിന്തിക്കണമെന്ന്. അതൊക്കെ പോട്ടെ, എന്തായി പോലീസ് സ്റ്റേഷനിലെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇതുപോലെ അമ്മ കേസ് പിൻവലിച്ചാൽ എല്ലാം സോൾവ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനായിട്ട് സംസാരിക്കാൻ അച്ഛൻ അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ പോയിട്ട് വരുമ്പോൾ എന്താവും ഓർത്ത് ടെൻഷനിലാണ് നമ്മുടെ രേവതി നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രയുടെ അടുത്ത് പോയിട്ട് രവി അകത്തേക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അച്ഛാ എന്താ അയച്ചാന്നേ? അപ്പോൾ സച്ചിൻ ചോദിക്കുന്നുണ്ട് ഭയങ്കര ആകാംക്ഷയില്, എന്താ വെച്ചാ അമ്മ സമ്മതിച്ചോ കേസ് പിൻവലിക്കാന്നൊക്കെ. എന്നാൽ രവി ഒന്നും മിണ്ടാതെ തന്നെ അവിടെ പോയി ഇരിക്കുകയാണല്ലോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം അച്ഛാ കേസ് പിൻവലിക്കാൻ അമ്മ സമ്മതിച്ചില്ലല്ലേന്ന്. രേവതി പറഞ്ഞത് ശരിയാണ്, ഞാൻ അവളോട് സംസാരിച്ചെങ്കിലും അവള് എന്തായാലും കേസ് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു എന്ന് പറയണേ. അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛൻ അത്രയും പറഞ്ഞിട്ടും അമ്മ കേട്ടില്ലേന്നേ? അതെ, അവക്ക് ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവള് ഞാൻ പറയുന്നത് അനുസരിക്കാറുള്ളല്ലോ. എന്തായാലും ഈ കാര്യത്തില് അവള് അങ്ങനെ തന്നെ നിൽക്കുകയാണെന്നേ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അച്ഛാ അമ്മ അതല്ലാതെ മറ്റെന്തെങ്കിലും പറഞ്ഞോ? പതിവ് പോലെ തന്നെ കേസ് പിൻവലിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്ന് പോണോന്ന് അവള് പറഞ്ഞു എന്ന് പറയാം. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഇതെന്താ വെച്ചാ അമ്മ ഇങ്ങനെ പറയുന്നത്? ഇവര് രണ്ടുപേരെയും ഇവിടെ വല്ല ജോലിക്ക് നിർത്തിയേക്കുവാണോ തോന്നുമ്പോ പിരിച്ചുവിടാന്?
വർഷയും പറയുന്നുണ്ട്, അതെ അങ്കിൾ, ആന്റി എന്താ ഇത്ര അഡമന്റ് ആയിട്ട് സംസാരിക്കുന്നത്? അങ്ങനെ രവി ആണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട്, രേവതി നീ വിഷമിക്കണ്ട, എന്തായാലും ഞാൻ അവളോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജീവനുള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ തന്നെ കാണുമെന്ന്. പിന്നെ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഒന്ന് നമുക്ക് ആലോചിക്കാമെന്നും പറഞ്ഞ് രവി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ രവി അവിടെ നിന്ന് പോകുമ്പോഴേക്കും അച്ഛാ എന്ന് വിളിച്ചിട്ട് സച്ചി പുറകെ പോയിട്ട് രവീനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. എന്താടാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, അച്ഛൻ പൊക്കോന്നും പറഞ്ഞിട്ട് രവീനെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്തായാലും അമ്മ എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നേനെ? അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആ ടൈം ഈസ് എവരിതിങ്, കുറച്ച് ടൈം കൊടുത്താൽ എല്ലാം റിയലൈസ് ചെയ്ത് ശരിയായിക്കോളൂ എന്നും പറഞ്ഞിട്ട് വർഷ അകത്തേക്ക് അങ്ങ് കയറി പോവാണ്. അതിന്റെ പുറകെ തന്നെ ശ്രീകാന്തും പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും കൂടിയിട്ട് വീണ്ടും വക്കീലിനെ കാണാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വക്കീലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അമ്മ കേസ് പിൻവലിക്കില്ല എന്തായാലും. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, അതെന്താ, നിങ്ങളുടെ അമ്മയല്ലേ, നിങ്ങൾ പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ലെന്നേ? സാർ, അത് ഞാൻ പറഞ്ഞാൽ മാത്രം അമ്മ കേൾക്കില്ല, ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അത് കേൾക്കാത്തതും. ഇപ്പോൾ അമ്മ ആ പേരില് പിണങ്ങിപ്പോയിട്ട് ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറയാം. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു ഫാമിലി വിഷയമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒത്തുതീർപ്പിന് ഒരുങ്ങാന്ന് വിചാരിച്ചത്. പിന്നെ ചന്ദ്രമതി കേസ് പിൻവലിച്ചിരുന്നെങ്കിൽ ഇതൊരു 2 ലക്ഷം രൂപ കൊണ്ട് ഒത്തുതീർപ്പായനെ. ഇനിയിപ്പോ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ആവുമെന്ന് പറയാട്ടോ. ഇത് കേൾക്കുമ്പോൾ സച്ചിയും രേവതിയും ആകെ അങ്ങ് ഷോക്ക് ആവുകയാണ്. എന്താ സാർ ഇങ്ങനെ പറഞ്ഞത്? 5 ലക്ഷം രൂപയോന്നിങ്ങനെ സച്ചി ചോദിക്കുകയാണേ. എന്ന വക്കീല് പറയുന്നുണ്ട്, അതെ ഞാനൊരു ചാൻസ് ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് പറ്റില്ലെന്നുണ്ടെങ്കിൽ കേസ് കോടതിയിലേക്ക് പോകും, 1 വർഷമെങ്കിലും ശിക്ഷ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണേ. അപ്പൊ സച്ചി വെക്കുന്നുണ്ട്, സാർ എന്താ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണോന്നേ? അപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ സങ്കടപ്പെടാതെ നമുക്ക് വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കാമല്ലോ. സാർ ഇതിന് മറ്റെന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചി, ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതൊന്നുമല്ല, ഞാനൊരു ഫാക്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം പൈസ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് ഊരിയെടുത്താൽ നിങ്ങളുടെ അനിയൻ്റെ ഭാവി രക്ഷപ്പെടും. അല്ലെങ്കിൽ ദേ നോക്ക്, ഞാൻ ഒരു കേസ് എടുത്താൽ അത് ജയിക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്, 2 പേരുടെയും പക്ഷം കേട്ടിട്ട് അതെങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ തുക ചെലവാക്കുന്നതൊന്നും വലിയ കാര്യമാക്കണ്ട. എന്നാ ഒരു മോഷണ കേസിൽ നിങ്ങളുടെ അനിയൻ ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ മോഷണം നടന്നിട്ടുണ്ടെങ്കിലും പോലീസുകാർ ആദ്യം അവനെയായിരിക്കും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പണം എപ്പോൾ വേണേലും ഉണ്ടാക്കാം, എന്നാൽ അഭിമാനം നഷ്ടപ്പെട്ട അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിക്കുന്ന പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, സാർ ഞങ്ങൾക്ക് കുറച്ച് സമയം വേണമെന്ന്. സമയം നിങ്ങൾ എടുത്തോളൂ, പക്ഷേ സമയം കൂടുന്തോറും ഈ കേസിന്റെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൂടി വരികയുള്ളൂ. എന്തായാലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പോൾ മോഷണത്തിന്റെ കൂടെ ഒളിവിൽ പോയതിൻ്റെയും കൂടെ കേസ് ചാർജ് ചെയ്ത് കേസ് വലുതാവും. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് സച്ചിയും രേവതിയും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതേ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത്രയധികം പൈസക്ക് എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാനേ രേവതി, എന്തായാലും നമുക്ക് ആ പൈസ ഒപ്പിച്ചല്ലേ മതിയാവും. അങ്ങനെ സച്ചിയാണെങ്കിൽ ലക്ഷ്മിയമ്മയോടും ദേവുവിനോടും ഒക്കെ ഈ കാര്യം പറയുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിയമ്മ ആകെ സങ്കടപ്പെട്ടിട്ട് കരച്ചിലാണ്. കാരണം ചന്ദ്രമതി കേസ് പിൻവലിക്കാത്തത് കൊണ്ട് തന്നെ 5 ലക്ഷം രൂപ ഇനി സച്ചി ഉണ്ടാക്കണമല്ലോ. അതും സച്ചിക്ക് ഒരുപാട് ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഓർത്തിട്ട് ദേവുവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം സച്ചിയാണെങ്കിൽ പൈസ എങ്ങനെയെങ്കിലും റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ സച്ചിയുടെ കാറിന് CC ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് തീർന്നിട്ടില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട് അവരോട് പറയുന്നുണ്ട്, സാർ കുറച്ച് CC കൂടുതൽ ഇട്ടിട്ട് എനിക്കൊരു 2 ലക്ഷം രൂപ വേണമെന്നേ. എന്തായാലും നിങ്ങളുടെ കാറിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ചിട്ട് ഒരു 1,50,000 രൂപ തരാമെന്നേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, സാർ എനിക്കൊരു 5 ലക്ഷം രൂപ വേണമെന്നേ. അത് വേണമെങ്കിൽ നിങ്ങളുടെ കാറ് തന്നെ വിൽക്കണമെന്ന് പറയാം.
സാർ കാറ് വിറ്റ ഇതെന്റെ ജീവിത മാർഗമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാ ഞാൻ പറഞ്ഞ തുകയെ തരാൻ പറ്റുള്ളൂ എന്ന് അയാൾ തീർത്ത് പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയുടെ ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സാർ ഞങ്ങൾ കറക്റ്റായിട്ട് ഡ്യൂ മുടങ്ങാതെ അടയ്ക്കുന്നതല്ലേ, എന്തെങ്കിലും ഒന്ന് റൗണ്ട് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ താന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മാക്സിമം കൺവിൻസ് ചെയ്ത് ഒരു 2 ലക്ഷം രൂപ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പേപ്പറിലെല്ലാം സൈൻ ചെയ്തിട്ട് ആ 2 ലക്ഷം രൂപയും കൊണ്ട് അവരവിടെ നിന്ന് അങ്ങ് പോരുന്നുണ്ട്. അങ്ങനെ മഹേഷും ഒരു 25,000 രൂപ സച്ചിക്ക് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയെ വിളിക്കുന്നുണ്ട്. രേവതി എവിടെയാണെന്ന് ചോദിച്ചിട്ട്, സച്ചിയേട്ടാ ഞാൻ അമ്മയുടെ പൂക്കടയിലുണ്ടെന്ന് പറയാനേ, എന്നാൽ ശരി 2.25 ലക്ഷം രൂപ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ സമയം ദേവുവും ലക്ഷ്മിയമ്മയും രേവതിയും കൂടിയിട്ട് അവർ അച്ഛൻ്റെ ഒരു മിഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ഒരു കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുവാണ്. അത് അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ സൂക്ഷിച്ചിരുന്നതാണ്. എന്നാൽ വെറും 7,000 രൂപയാണ് കേട്ടോ അതിന് കിട്ടുന്നത്. അങ്ങനെ രേവതിയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. എന്നാൽ അതിനെ സച്ചി എതിർത്തുകൊണ്ട് തന്നെ അത് വിൽക്കാതെ ആ പൈസ തിരിച്ചു കൊടുത്തിട്ട് ആ മെഷീൻ അവിടെ ഇറക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ലക്ഷ്മി അമ്മേനെ രേവതിനെ ഒക്കെ വഴക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കല്ലേ, എന്തിനാ ഇത് വിൽക്കാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവര് അതിനെ സമ്മതിക്കുന്നില്ല. എന്നാ ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, മോനെ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് മോൻ ഓടി നടക്കുന്നത് കാണുമ്പോൾ ഞങ്ങളും എന്തെങ്കിലും ചെയ്യണ്ടേ, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഇങ്ങനെ കരയാണ്. നമുക്ക് ശരത്തിന്റെ ജീവനല്ലേ വലുതെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, എന്താമ്മേ ഞാൻ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ വെറുതെ വഴി കൂടെ പോകുന്ന ഒരാൾക്കൊരു ബുദ്ധിമുട്ട് കണ്ടാൽ പോലും സഹായിക്കുന്ന ആളാണ് ഈ സച്ചി. പിന്നെ എൻ്റെ കുടുംബത്തിലൊരു പ്രശ്നം വന്നാൽ ഞാനതെങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് വിചാരിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അയ്യോ സച്ചി മോനെ അങ്ങനെയൊന്നും പറയരുത്, മോനെ എല്ലാ ഭാരവും കൂടി തലയിലാകണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് ലക്ഷ്മി അമ്മ ഇങ്ങനെ പറയാ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, എനിക്ക് ഇതൊന്നും ഒരു ഭാരമല്ലമ്മേ, എന്തായാലും ശരത്തന്റെ അനിയനല്ലേ, അവന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണെന്നും പറഞ്ഞ് സച്ചി രേവതിനെയും വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയമ്മയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയും ദേവുവിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാലയും ദേവുവിൻ്റെ ശമ്പള പൈസയും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 1.5 ലക്ഷം രൂപ അവരും കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ദേവു നിനക്കിപ്പോൾ ശമ്പള പൈസ ജോലി തുടങ്ങിയതല്ലേ ഉള്ളൂ, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി വെച്ചോളത്തില്ലായിരുന്നോന്നേ. ഇതിലും വലിയ എന്താവശ്യമാണ് സച്ചിയേട്ടാ എനിക്ക് വരുന്നത്, എന്തായാലും ഇത് നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ പൈസ സച്ചിനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 4,60,000 രൂപയോളം എല്ലാവരും കൂടിയിട്ട് ഒപ്പിക്കുന്നുണ്ട്. ഇനി ബാക്കി പൈസയ്ക്ക് എന്ത് ചെയ്യുമെന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന് നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം, വാ രേവതി എന്നും പറഞ്ഞ് രേവതിനെയും കൂട്ടിയിട്ട് സച്ചിയും രേവതിയും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം അവരുടെ കുടുക്കകത്തുള്ള പൈസ എല്ലാം കൂടി അവരെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. എന്നാലും പൈസ അങ്ങോട്ട് തികയുന്നില്ല കേട്ടോ. അങ്ങനെ ഇനി എന്താ സച്ചിയേട്ടാ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എൻ്റെ സ്കൂട്ടി അങ്ങ് വിറ്റാലോന്നേ. രേവതി നീ എന്താ പറഞ്ഞത്? എങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ കാറ് വിൽക്കത്തില്ലായിരുന്നോ? അത് നമ്മുടെ ജീവിത മാർഗമല്ലേ രേവതി, ഇനി എന്താ ചെയ്യാന്നും പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സച്ചിയുടെ തോളിൽ ഇങ്ങനെ ചാരിക്കിടന്ന് കരയാട്ടോ. ഈ സമയം സച്ചി എന്ന് വിളിച്ചിട്ട് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ സച്ചിയും രേവതിയും അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിയണ്ടെന്ന് കരുതി പൈസ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കിടന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛാ, ഞങ്ങൾ നാളത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് രേവതിയും സച്ചി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പോൾ രവി പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് എൻ്റെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ഒന്നും നിങ്ങൾ അറിയല്ലെന്ന് കരുതി ഞാനെല്ലാം മറച്ചു വയ്ക്കുമായിരുന്നു, എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ എന്നിൽ നിന്ന് മറയ്ക്കുമായിരുന്നോ എന്നും ചോദിച്ചിട്ട് രവി ആണെങ്കിൽ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് സച്ചിയുടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാ ഇതൊരു 35,000 രൂപയുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സച്ചിൻ രേവതി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് ആവശ്യമെന്ന് ഈ അച്ഛൻ അറിയാം. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ വേണ്ട അച്ഛാ, അതിന് ഞങ്ങൾ എന്തെങ്കിലും വഴി കണ്ടോളാന്നൊക്കെ. എടാ നിന്നോടല്ലേടാ പിടിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞ് രവി ഇങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്ക് രേവതി അങ്ങ് കരയാണ് കേട്ടോ, കൈ കൂപ്പിയിട്ട്. അച്ഛാ ഇനി ഞങ്ങൾ എന്താ അച്ഛാ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടൊക്കെ നന്ദിയുണ്ട് അച്ഛാന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും സച്ചിനെയും
രേവതിനെ ഇങ്ങനെ രവി ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താ മോളെ കരുതിയിരിക്കുന്നത്? നിന്റെ കുടുംബം എൻ്റെ കുടുംബം എന്നൊക്കെ വേറെ വേറെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചിട്ട് രവി അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അങ്ങനെ ആ പൈസയും കൊണ്ട് പിറ്റേ ദിവസത്തെ രാവിലെ തന്നെ സച്ചിയും രേവതിയും കൂടിയിട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് പൈസയുടെ കുറവുണ്ട്. അങ്ങനെ ഇത്രയും പൈസ തന്നെ എങ്ങനെയൊക്കെയാണ് കിട്ടിയെന്ന് രേവതി ആണെങ്കിൽ വക്കീലിനോട് പറയുന്നുണ്ട്. അങ്ങനെ ഇട്ടതും പണയം വെച്ചതും എല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത്, സാർ പൈസ കുറവാണെന്ന് കരുതിയിട്ട് സാറ് കേസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കല്, എങ്ങനെയെങ്കിലും ഞങ്ങൾ ഉടനെ തന്നെ ആ പൈസയും കൂടി ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് വക്കീൽ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ലടോ, എനിക്ക് തന്നെ വിശ്വാസമാണ്. പിന്നെ ബാക്കി പൈസയുടെ കാര്യം നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ ഇനി നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോളൂ. ഈ പൈസ തന്നതോട് കൂടിയിട്ട് കേസെല്ലാം സോൾവ് ആയെന്ന് കരുതിയാൽ മതി എന്ന് പറയാം. എന്നിട്ട് നമ്മുടെ സച്ചിക്കും രേവതിക്കും മനസ്സിലാവുന്നില്ല. കാരണം ചന്ദ്രമതിനെ എങ്ങനെ ഈ കേസിൽ നിന്ന് പിന്മാറ്റുമെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല. എന്തായാലും നിങ്ങൾ കേസ് തീർന്നു എന്ന് തന്നെ കരുതിയെന്ന് വെച്ച് പൊക്കോന്നൊക്കെ ഇങ്ങനെ സച്ചിയോടും രേവതിയോടും വക്കീൽ പറയുന്നുണ്ട്. അങ്ങനെ വക്കീൽ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അടുത്ത് വന്നവരെ ഞാൻ കൈവിടില്ല, നിങ്ങളിത് സക്സസ് ആയെന്ന് കരുതി തന്നെ പൊക്കോന്നും പറഞ്ഞ് ഇനി കേസിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ വിളിച്ച് അറിയിക്കാമെന്നും പറഞ്ഞ് സച്ചിനെ രേവതിനെയും അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അവർ പോയതിന് ശേഷം വക്കീലിൻ്റെ കൂടെയുള്ള ഒരു സ്റ്റാഫ് ഉണ്ടല്ലോ, അയാളോട് വക്കീൽ ചോദിക്കുന്നുണ്ട്, എടോ ആ ചന്ദ്രമതി എന്ന് പറഞ്ഞ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചിരുന്നോ? അന്വേഷിച്ചിരുന്നു സാർ. അവരെ 2 മരുമക്കളാണ് ഇവരെ കൂടാതെ ഉള്ളത്. അവര് 2 പേരും നല്ല കാശുള്ള വീട്ടിലെയാണ്. എപ്പോഴും അവരെക്കുറിച്ചും കാശിനെ കുറിച്ചും മാത്രമാണ് എപ്പോഴും സംസാരിക്കാറ് എന്ന് പറയുമ്പോഴേക്കും ഒരു മണി മൈൻഡഡ് ആണെന്ന് പറയണേ. അപ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായല്ലോ. അവരിപ്പം എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട് സാർ, ആ വീടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് വക്കീലിനോട് ഭാമയുടെ വീടിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, സാർ അവരെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണമെന്ന്. വേണ്ട നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്നും പറഞ്ഞ് ആ സ്റ്റാഫിനെയും കൂട്ടിയിട്ട് വക്കീല് ഭാമയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭാമയാണ് കതക് തുറക്കുന്നത്. ചന്ദ്രമതി എന്ന് പറഞ്ഞ ആളിവിടെ ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ട് സാർ, നിങ്ങൾ കയറി വാന്ന് പറയാനേ. അപ്പോഴേക്കും ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണെന്നേ. അതെ, ഞാനൊരു വക്കീലാണെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ പറയുന്നുണ്ട്. നിങ്ങളല്ലേ ചന്ദ്രമതി? നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയാം. ശരി സാർ, കയറി വാന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അവരെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വക്കീല് പറയുന്നുണ്ട്, നിങ്ങളുടെ ബന്ധുക്കാരുടെ പേരിൽ നിങ്ങൾ ഒരു കേസ് കൊടുത്തിരുന്നല്ലോ. എന്നാൽ ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെന്റെ ബന്ധുക്കളൊന്നും അല്ലെന്നേ. അതെ, നിങ്ങളുടെ കുടുംബ പ്രശ്നം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. നിങ്ങളുടെ ശരത്തിന്റെ പേരിൽ ഒരു മോഷണത്തിന് കേസ് കൊടുത്തിരുന്നില്ലെന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, മോഷണത്തിന് പിന്നെ കേസ് കൊടുക്കണ്ടേ? അവനെ ഈ ഒരു തവണ മാത്രമല്ല, മുമ്പൊരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഭർത്താവാണെങ്കിൽ എല്ലാവരെയും കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്ന ആളാ. അവളെ ആ മോഷണ കുടുംബത്തിൽ നിന്ന് ഒരു ഗതിയില്ലാത്തവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹമാണ് കൂട്ടിക്കൊണ്ടു വന്നത്. ഞങ്ങളുടെ ഒരു അന്തസ്സിനൊക്കെ അനുസരിച്ചിട്ട് നല്ല വീട്ടിൽ നിന്ന് വിവാഹാലോചനകൾ വന്നേനെ. എന്നാൽ അദ്ദേഹം അവരുടെ പട്ടിണിയും പരിവട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി പുച്ഛത്തിൽ പറയാട്ടോ. ഈ സമയം വക്കീലിന്റെ കൂടെ വന്നിട്ടുള്ള സ്റ്റാഫ് പറയുന്നുണ്ട്, സാർ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് പണത്തിനോടൊപ്പം ആർത്തിയുള്ളവരാണെന്ന്. അങ്ങനെ വക്കീലിന്റെ ചെവിയിൽ പറയാട്ടോ. ഇവരിങ്ങനെ പതുക്കെ പറയുന്ന കേൾക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങളിങ്ങനെ പതുക്കെ പറയുന്നേന്നെ? അതെ, ഒന്നുമില്ല. പിന്നെ കാശിനോട് ആഗ്രഹമുള്ളത് നല്ലതാണ്. കാശുണ്ടാക്കാൻ പല വഴികളും ഉണ്ട്. എന്നാൽ മക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് കാശുണ്ടാക്കുന്നത് അത് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അവളെ ഒരു ഗതിയില്ലാത്തവളാണ്. അവളുടെ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുമെന്ന് ഞങ്ങൾ നോക്കുന്നുമില്ല. അവള് ചെയ്തത് എൻ്റെ വീട്ടിലുള്ള പണം കൂടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഗതിയില്ലാത്ത എൻ്റെ വീട്ടിൽ നിന്നും കൂടി പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ കേസ് കൊടുക്കണ്ടേന്ന് ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്.
എന്നാ വക്കീൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. എന്നാ എന്തായാലും അതൊരു ചെറിയ പയ്യനല്ലേ, അവന് നിങ്ങൾ കേസ് കൊടുത്തെന്നും പറഞ്ഞ് അവൻ ജയിലിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവാനുള്ളത്? തന്നെയല്ല, കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ജഡ്ജാണെങ്കിൽ ചിലപ്പോൾ അവന്റെ പ്രായമൊക്കെ വെച്ചിട്ട് അവനെ വെറുതെ വിടാനും ചാൻസ് ഉണ്ട്. കാരണം അതിനു മുൻപ് അവന്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അവ മോഷ്ടിച്ചെന്ന് പറഞ്ഞ പൈസ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്തല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാവല്ലോ, ഇതിപ്പോ മോഷണം ചെയ്തവനെ ജയിലിൽ അടയ്ക്കില്ലെന്നോ, ഇത് എന്ത് നാടാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വക്കീൽ പറയുന്നുണ്ട്, അതെ അവനെ തെറ്റ് ചെയ്തില്ലെന്ന് പറയുന്നില്ല, പക്ഷെ അവനൊരു പ്രൊഫഷണൽ കള്ളനൊന്നും അല്ലല്ലോ. നിങ്ങൾ അവനെ ഇൻസൾട്ട് ചെയ്തതിന്റെ പേരിലാണ് അവൻ അങ്ങനെ ചെയ്തത്. ആഹാ അത് കൊള്ളാലോ, ദേഷ്യത്തിന്റെ പേരിൽ ഒരുത്തനെ കൊന്നാ പോലും ജയിലിലിടില്ലെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. അപ്പോഴേക്കും വക്കീൽ പറയുന്നുണ്ട്, ഏയ് അതല്ല ഞാൻ പറഞ്ഞത്, ഇതിപ്പോ നിങ്ങളുടെ കുടുംബ പ്രശ്നം കൂടിയാണല്ലോ. അതെല്ലാം കോടതിയിൽ വിലയിരുത്തുന്ന കാര്യങ്ങളാണ്. പിന്നെ കൂടിപ്പോയ 1-2 മാസം അവൻ ജയിലിൽ കിടക്കും, അത്രയേ ഉള്ളൂ എന്ന് പറയണേ. 1-2 എന്തായാലും അവൻ ജയിലിൽ കിടക്കുമല്ലോ, അതെനിക്ക് കാണണമെന്നിങ്ങനെ ചന്ദ്രമതി പറയുക ഭയങ്കര ദേഷ്യത്തോടു കൂടിയിട്ട്. ഈ സമയം വക്കീൽ പറയുന്നുണ്ട്, അതെ നിങ്ങൾക്കിപ്പം ക്യാഷ് അല്ല വേണ്ടത്, അവന് നിങ്ങളിൽ നിന്ന് പോയ പൈസ ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ആ കേസ് പിൻവലിക്കണം എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി കേൾക്കുന്നുണ്ട്, ക്യാഷ് നിങ്ങൾ എന്തിനാ എനിക്ക് തരുന്നത്? അതെ എന്തായാലും നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബങ്ങളൊന്നും അല്ല. പിന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പായാൽ അത് നിങ്ങൾക്കും നല്ലതാണ്, പിന്നെ ശരത്താണെങ്കിലും പഠിക്കുന്ന പയ്യനല്ലേ, അവനും നല്ലതാണെന്നൊക്കെ പറയുകയാണേ. അപ്പോഴേക്കും ചന്ദ്രമതി വയ്ക്കുന്നുണ്ട്, പിന്നെ പഠിക്കുന്ന പയ്യൻ, അവന് എങ്ങനെയായാലും എനിക്കെന്താണെന്നേ. അതെ അവരുടെ ബാക്ക്ഗ്രൗണ്ടും കൂടി നിങ്ങളൊന്ന് നോക്കണമല്ലോ, അവര് വെറുതെ പാവങ്ങളല്ലേ എന്ന് ചോദിക്കാനേ. അവരല്ലേ പാവങ്ങള്, എല്ലാണോ ജഗജാല കില്ലാടികളാണെന്ന് പറയാനേ. അപ്പോഴേക്ക് വക്കീൽ പറയുന്നുണ്ട്, അതെ എന്തായാലും നിങ്ങൾക്ക് നീതി കിട്ടണം, ശരത്തിന്റെ പഠിപ്പ് മുടങ്ങാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ ചന്ദ്ര ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. ഈ സമയം ഭാമയും ശരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ, ചന്ദ്രേ നീ അത് സമ്മതിക്ക്, അവര് പറഞ്ഞതുപോലെ നീ കേസ് പിൻവലിക്കുന്ന ശരത്തിന്റെ ഭാവിയുടെയും പ്രശ്നമല്ല എന്നൊക്കെ പറയാ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതെ നിങ്ങൾ പണത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ എത്ര രൂപ തരുമെന്ന് ചോദിക്കുകയാണേ. ഒരു 50,000 രൂപ തരാം. 50,000 രൂപയോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാല് ഞാൻ ഒരു 1,00,000 രൂപ മേടിച്ചു തരാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര ചോദിക്കുന്നുണ്ട്, 1,00,000 രൂപയോന്നേ? അപ്പോ നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഇങ്ങനെ വക്കീല് ചോദിക്കുന്ന സമയത്ത് ഒരു 2,00,000 രൂപ വേണമെന്ന് പറയാനേ. ഓക്കെ നിങ്ങൾ പറഞ്ഞ പൈസ ഞാൻ മേടിച്ചു തരാന്ന് പറയാനേ. അപ്പോഴേക്കും എത്ര ചോദിച്ചാലും കിട്ടുമായിരുന്നോ, എന്നാ കുറച്ച് കൂടുതൽ ചോദിക്കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഡീലും ഓക്കെ ആണെങ്കിൽ കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു പേപ്പറിൽ സൈൻ ചെയ്ത് തരണമെന്ന് വക്കീല് പറയുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പണം തന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നേ? ഈ സമയം വക്കീലിന്റെ കൂടെയുള്ള ആളോട് പൈസ എടുത്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ 2,00,000 രൂപ എടുത്ത് ചന്ദ്രമതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി അല്ലേ പണം കണ്ടതും അതിനകത്തേക്ക് അങ്ങ് വീണു പോകുന്നുണ്ട്. എന്നാൽ പുറത്ത് പെട്ടെന്ന് അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും പണം കണ്ടിട്ടൊന്നുമല്ല, പിന്നെ നിങ്ങൾ എല്ലാവരും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അവൻ പഠിക്കുന്ന പയ്യനാണല്ലോ എന്ന് കരുതി ഞാൻ കേസ് പിൻവലിക്കാന്നേ. അപ്പൊ ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ അതോർത്തിട്ട് മാത്രമാണല്ലേ കേസ് പിൻവലിക്കാന്ന് കരുതിയത്, അല്ലാതെ പണം കണ്ടിട്ടൊന്നും അല്ലല്ലോ എന്നേ. എന്നാൽ ചന്ദ്ര പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടീന്നേ. അങ്ങനെ എവിടെയാ സൈൻ ചെയ്യേണ്ടതെന്ന് ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് വക്കീല് പറയുന്നുണ്ട്, ഇവിടെയല്ല, നിങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ട് ഞങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളാണ്, കേസ് ഒന്നുമില്ലാന്നും പറഞ്ഞിട്ട് എഴുതി കൊടുക്കണമെന്ന് പറയാനേ. അപ്പോഴേ പണം തരത്തുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. പണം നിങ്ങൾ ഇപ്പോൾ എടുത്തോ, നിങ്ങൾ സ്റ്റേഷനിൽ പോയി എഴുതി കൊടുത്താൽ മതി എന്ന് വക്കീല് പറയുന്നുണ്ട്. അങ്ങനെ ഭാമയുടെ കയ്യിൽ തന്നെ. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ പറയുന്നുണ്ട്, അതെ മറ്റൊരു കണ്ടീഷനും കൂടി ഉണ്ടെന്നേ. എന്താന്ന് ചോദിക്കുമ്പോൾ പണം വാങ്ങിയത് ഞങ്ങളുടെ വീട്ടിലുള്ള ആരും അറിയാൻ പാടില്ലെന്ന് പറയാനേ. ശരി അത് സമ്മതിച്ചു എന്ന് പറയാട്ടോ. അങ്ങനെ ഭാമേ ഈ പൈസ നീ തന്നെ ഇവിടെ സൂക്ഷിച്ചു വെച്ചോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ആണെങ്കിൽ ഭാമയുടെ കയ്യിൽ ആ പൈസ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. ഭാമ ഇപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേ നീ എപ്പോഴും പറയുമല്ലോ രേവതിയെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനം ഇല്ലെന്ന്. ദേ ഇപ്പോ രേവതി കാരണം ലക്ഷങ്ങളല്ലേ നിന്റെ കയ്യിൽ വന്നിരിക്കുന്നത്. ഭാമേ ചുമ്മാതൊന്നും അല്ലല്ലോ,
ഞാൻ ആ കള്ളനെ വെറുതെ വിട്ടതിൻ്റെ പേരിലല്ലേ, അതിന് ഒരു ദക്ഷിണയായിട്ട് കണക്ക് കൂട്ടിയാൽ മതി എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ ആ കേസിൻ്റെ കാര്യങ്ങളൊന്നും പിന്നീടായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് സച്ചിയാണെങ്കിൽ രവിയെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛാ ബാ ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞിട്ട്. എന്നാൽ വിശപ്പില്ല എന്നും പറഞ്ഞിട്ട് രവിയും ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം സച്ചിയും രവിയും വിഷമിച്ചിരിക്കുക എന്നുള്ളത് അറിയാമല്ലോ. അങ്ങനെ ഈ സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് വക്കീല് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സച്ചി പോയി കോൾ എടുക്കുന്നുണ്ട് കേട്ടോ. സാർ എന്തായെന്ന് ചോദിച്ചിട്ടേ, അതെ എൻ്റെ അടുത്തേക്ക് വന്നവരെ ഒരിക്കലും ഞാൻ നിരാശരാക്കി വിടാറില്ല, നിങ്ങളും അതുപോലെ തന്നെയാണെന്നേ. സാർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അതേടോ കേസെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട്. അതേടോ നിങ്ങളുടെ അമ്മയാണെങ്കിൽ ആ കേസ്, ശരത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പിൻവലിച്ചിട്ടുണ്ടെന്ന് പറയാനേ. സാറ് ചുമ്മാ പറയുന്നല്ലോ. ഞാനെന്തിനാടോ ചുമ്മാതെ പറയുന്നത്? നിങ്ങളുടെ അമ്മയാണെങ്കിൽ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ശരത്തിന്റെ പേരിൽ ഒരു കേസും ഇല്ല, ഇത് കുടുംബ പ്രശ്നമാണെന്നും പറഞ്ഞ് എഴുതി കൊടുത്തുന്നേ. സച്ചി ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി സംസാരിക്കുന്ന കാണുമ്പോൾ തന്നെ രേവതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാന്നേ? അതെ രേവതി, അമ്മയാണെങ്കിൽ ശരത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിച്ചു എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഇരുന്നിടത്ത് നിന്ന് തന്നെ നമ്മുടെ ഷോക്കായിട്ട് രവി എഴുന്നേക്കാണ് കേട്ടോ. കാരണം രവി പറഞ്ഞിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും ഒരേ കാലിൽ നിന്ന് ചന്ദ്രമതിയെ എങ്ങനെ ഇത് സമ്മതിപ്പിച്ചു എന്നറിയില്ലല്ലോ. അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്, സാർ ഇതെങ്ങനെ സാധിച്ചു എന്നേ? അതെ എന്തായാലും സച്ചി, ഞാൻ ഓരോ ദിവസവും ആയിരക്കണക്കിന് ക്ലയൻസിനെ കാണുന്നതല്ലേ, ആരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയാം. പിന്നെ ആരോടാണേലും സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ എല്ലാം ക്ലിയർ ആവും എന്ന് പറയാനേ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, സാർ നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ലെന്നൊക്കെ. സച്ചി, ഞാൻ എൻ്റെ ജോലി ചെയ്തെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വക്കീല് കോൾ അങ്ങ് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കോള് കട്ട് ചെയ്തതിന് ശേഷം രവി ചോദിക്കുന്നുണ്ട്, എന്താടാ ഈ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നല്ലോന്നേ? അതേച്ചാ വക്കീല് പറഞ്ഞിട്ടുണ്ട് കേസ് പിൻവലിച്ചുവെന്ന്, ഇനി പ്രശ്നങ്ങളൊന്നും ഇല്ലാച്ചാന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ ഉറക്കെ ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുക കേട്ടോ. ഈ സൗണ്ട് കേട്ടിട്ട് ശ്രുതി വരുന്നുണ്ട്. എന്താടാ ഇവിടെ കിടന്ന് ഒച്ച വെക്കുന്നതെന്നെ? അതെ എനിക്ക് സന്തോഷം വന്നിട്ടാടാന്ന് പറയുന്നുണ്ട്. ഈ സമയം ശ്രുതി പറയുന്നുണ്ട്, എടാ അമ്മ വരാത്തതിനെ ഓർത്തിട്ട് ഞങ്ങളെല്ലാം വിഷമിച്ചിരിക്കുമ്പോൾ നീ കിടന്ന് സന്തോഷിക്കുവാണോന്നേ? അതെ ഞാനിപ്പോൾ സന്തോഷിക്കുന്നത് അമ്മ കാരണം തന്നെയാണെന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ പറഞ്ഞത്? അമ്മ കാരണം സച്ചിയേട്ടാ സന്തോഷിക്കുന്നോന്നേ? അപ്പൊ രേവതി പറയുന്നുണ്ട്, അതെ ശ്രീകാന്തേ, ഇന്ന് എന്തായാലും എൻ്റെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് അമ്മ ആ കാര്യം ചെയ്തു എന്ന് പറയാനേ. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ചേച്ചി ഒന്ന് തെളിച്ച് പറയുന്നേ. അതേ വർഷേ, അമ്മ ശരത്തിന്റെ മേലിൽ കൊടുത്ത കേസ് പിൻവലിച്ചു എന്ന് പറയാനേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ കേസ് പിൻവലിച്ചോന്നേ? അതേടാ അമ്മ കേസ് പിൻവലിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് വല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. കാരണം ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കാം, നവീൻ ദാസിനെ അടിച്ചൊതുക്കാം. ഈ വീഡിയോ വൈറലായതിന് കാരണം തന്നെയല്ല, സച്ചിയും രേവതിയും ആ വീട്ടിൽ നിന്ന് പുറത്താകുകയും ചെയ്യും. തനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെ കരുതിയിരുന്നതാണ്. എന്നാൽ അതെല്ലാം തിരിച്ചടിയായിട്ട് നമ്മുടെ ശ്രുതിയുടെ തലയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. കാരണം നവീൻ ദാസ് ഇപ്പോൾ ആന്റണി പൈസയും ചോദിച്ചിട്ടുണ്ട്. സച്ചിയും രേവതിയും വീട് വിട്ട് പോയിട്ടുമില്ല. എല്ലാം കൂടി ശ്രുതിയുടെ തലയിൽ തന്നെ തിരിച്ചു വന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആന്റണി ചോദിച്ച 2 ലക്ഷം രൂപ കൊടുക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ ഇന്നലെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചന്ദ്രമതിയുടെ ആ പണവും നമ്മുടെ രേവതിയെ പറ്റിച്ചുണ്ടാക്കിയ ആ പണം ഉണ്ടല്ലോ, അത് കണ്ണീര് വീണ പണമാണ്, അത് ആർക്കും ഉപകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ എപ്പിസോഡ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് കയറി കാണുക. അങ്ങനെ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.